ഇന്ന് ഓണമൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ രാവിലത്തെ ലൈവൊക്കെ കുറെ മിസ്സായതാണ്. സോ അതുകൊണ്ട് തന്നെ പൂക്കളം ഇടുന്ന ടാസ്ക് ഒന്നും കാണാനായിട്ട് പറ്റിയിരുന്നില്ല. എപ്പിസോഡിലാണ് ഇപ്പോൾ കണ്ടത്. സോ പൂക്കളത്തിന്റെ പേരിൽ ഒരു വലിയ വഴക്ക് നടന്നു എന്നൊക്കെ ചില അപ്ഡേറ്റ്സിൽ രാവിലെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അത് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞത്. ശരിക്കും ആരുടെ പൂക്കളമാണ് നല്ലത്? അനീഷിൻ്റെതാണോ അതോ നമ്മുടെ അക്ബറിന്റെ ടീമിന്റെ ആണോ? ഇതിനകത്ത് 2 പൂക്കളവും നോക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ സാങ്കേതികപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് വലിയ വലിയ അറിവും പാണ്ഡിത്യവും ഒന്നും ഇക്കാര്യത്തിലില്ല. പക്ഷേ എങ്കിലും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആദ്യത്തെ പൂക്കളം, അതായത് അക്ബറിന്റെ ടീമിന്റെ പൂക്കളം എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഭയങ്കര സ്ട്രോങ് കളർ കോൺട്രാസ്റ്റ് ഒക്കെ ഉള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് അത്യാവശ്യം ഒരുപാട് അവരെന്തോ ആചാരമൊക്കെ പറയുന്നുണ്ട്. ഇത്ര എണ്ണം പൂക്കളം എന്നൊക്കെ പറഞ്ഞിട്ട് ആചാരവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ പൂക്കളം എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളാണ്. ഒരു ക്ലീനർ ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ കണ്ണ് പെട്ടെന്ന് പോകുന്നത് ആദ്യത്തെ പൂക്കളത്തെ അപേക്ഷിച്ച് ഈ അനീഷിന്റെ ടീം ഇട്ട പൂക്കളത്തിലേക്കായിരിക്കും. കാരണം അത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമ്മളെ അട്രാക്ട് ചെയ്യും. എന്നാൽ മറ്റേത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ കൂടുതൽ എഫേർട്ട് വേണ്ടി വന്നത് അക്ബറിന്റെ ടീമിട്ട പൂക്കളത്തിനായിരിക്കും. ശരിക്കും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചൂസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അനീഷിന്റെ ടീം ഇട്ടത് ചൂസ് ചെയ്യും. കാരണം അത് കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടെ രസമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിൽ എഫേർട്ട് കൂടുതൽ വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു അക്ബറിന്റെ ടീം ഇട്ടതിന് എഫേർട്ട് കൂടുതലായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കുമ്പോൾ. പക്ഷെ കാണുമ്പോൾ പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്നത് അനീഷിന്റെ ടീം ഇട്ടതാണ്. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ.